നമസ്കാരം. കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന സ്ത്രീകൾക്ക് ഏറെ ആശ്വാസകരവും സന്തോഷകരവുമായിട്ടുള്ളൊരു വാർത്തയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് പുറത്തു വരുന്നത്. സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി അഥവാ വീട്ടമ്മമാർക്ക് നൽകി വരുന്ന ക്ഷേമ പെൻഷന്റെ കുടിശ്ശിക ഉൾപ്പെടെയുള്ള തുക വിതരണം ചെയ്യുന്നതിനുള്ള നടപടികൾ സർക്കാർ ഇപ്പോൾ പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഇന്നലെ മുതലാണ് സംസ്ഥാനത്ത് 18 ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഈ തുക നേരിട്ട് ട്രാൻസ്ഫർ ചെയ്ത് തുടങ്ങിയത്. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് തുക ക്രെഡിറ്റ് ആയതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക SMS ഇതിനോടകം തന്നെ ഒരുപക്ഷെ എത്തിയിട്ടുണ്ടാകാം. പലർക്കും ഇതിനോടകം തന്നെ തുക ലഭിച്ചിട്ടുണ്ടാകാം. അത്തരത്തിൽ തുക ലഭിച്ചവർ അക്കാര്യം ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ ഇനിയും തുക കാത്തിരിക്കുന്നവർക്ക് അതൊരു വലിയ ആശ്വാസമായി മാറും. സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും അർഹരായവർക്ക് കൃത്യസമയത്ത് സഹായം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സർക്കാർ ഈ തുക ഇപ്പോൾ റിലീസ് ചെയ്തിരിക്കുന്നത്. ഈ ഘട്ടത്തിൽ വിതരണം ചെയ്യുന്ന തുകയുടെ കാര്യത്തിൽ പലർക്കും ചെറിയ സംശയങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാവർക്കും ഒരേ തുകയല്ല ഈ പ്രാവശ്യം ലഭിക്കുന്നത്. ഫെബ്രുവരി മാസത്തിൽ പെൻഷൻ അപ്രൂവൽ ലഭിച്ചിട്ടും സാങ്കേതിക കാരണങ്ങളാലോ അല്ലെങ്കിൽ ഫണ്ടിൻ്റെ ലഭ്യതക്കുറവ് മൂലമോ ആനുകൂല്യം ലഭിക്കാതിരുന്ന ഒട്ടനവധി ആളുകളുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഫെബ്രുവരിയിലെ തുക ലഭിക്കാത്തവർക്ക് ആ മാസത്തെ 1000 രൂപയും നിലവിലെ മാർച്ച് മാസത്തിലെ വിഹിതമായിട്ടുള്ള 1000 രൂപയും ചേർത്ത് ആകെ 2000 രൂപയാണ് അക്കൗണ്ടിലേക്ക് എത്തുന്നത്. എന്നാൽ ജനുവരിയിലോ ഫെബ്രുവരിയിലോ കൃത്യമായി തുക കൈപ്പറ്റിയവർക്ക് മാർച്ച് മാസത്തെ വിഹിതമായിട്ടുള്ള 1000 രൂപ മാത്രമായിരിക്കും ലഭിക്കുന്നത്. ചുരുക്കത്തിൽ നിങ്ങൾ എപ്പോഴാണ് അപേക്ഷ നൽകിയത് എന്നും എന്നാണോ നിങ്ങളുടെ അപേക്ഷ അപ്രൂവ് ആയത് എന്നും അനുസരിച്ചായിരിക്കും ലഭിക്കുന്ന തുകയിലൊക്കെ മാറ്റമുണ്ടാവുക. സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയുടെ അപേക്ഷ നടപടികൾ ഇതുവരെ അവസാനിച്ചിട്ടില്ല എന്ന കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കണം. അർഹതയുണ്ടായിട്ടും ഇതുവരെ അപേക്ഷിക്കാനായിട്ട് കഴിയാത്തവർക്ക് ഇനിയും അപേക്ഷകൾ പുതുതായിട്ട് സമർപ്പിക്കാവുന്നതാണ്. BPL അല്ലെങ്കിൽ AY റേഷൻ കാർഡ് ഉള്ളവർക്കാണ് നിലവിൽ ഈ പദ്ധതിയിലേക്ക് മുൻഗണന ലഭിക്കുന്നത്. അതുപോലെ പ്രായപരിധി പരിശോധിക്കുകയാണെങ്കിൽ 35 വയസ്സിനും 60 വയസ്സിനും ഇടയിൽ പ്രായമുള്ള മറ്റ് സർക്കാർ ക്ഷേമ പദ്ധതികളിലോ കുടുംബ പെൻഷനുകളിലോ ഉൾപ്പെടാത്ത എല്ലാ സ്ത്രീകൾക്കും ഈ പദ്ധതിയുടെ ഭാഗമാകാം. കൂടാതെ അപേക്ഷകർ സർക്കാർ മേഖലയിലോ പൊതുമേഖലാ സ്ഥാപനങ്ങളിലോ സ്ഥിരമായിട്ടോ താൽക്കാലികമായിട്ടോ കരാർ അടിസ്ഥാനത്തിലോ ജോലി ചെയ്യുന്നവർ ആകാൻ പാടില്ല. ഈ ഒരു കർശന നിബന്ധനയും നിലവിലുണ്ട്. കേരളത്തിലെ സ്ഥിരതാമസക്കാരായിട്ടുള്ള അർഹരായിട്ടുള്ള എല്ലാ സ്ത്രീകൾക്കും ഈ ആനുകൂല്യം ഉറപ്പാക്കുക എന്നതാണ് ഇതിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത്. നിലവിൽ BPL വിഭാഗത്തിൽ ഉൾപ്പെടുന്നവർക്ക് മാത്രമാണ് മുൻഗണനയെങ്കിലും APL റേഷൻ കാർഡുള്ള ഒട്ടനവധി വീട്ടമ്മമാരെ കൂടി ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്ന ശക്തമായിട്ടുള്ള ആവശ്യം വിവിധ കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട്. ഇതിനോടകം തന്നെ പല സംഘടനകളും ജനപ്രതിനിധികളും ഒക്കെ തന്നെ ഈ വിഷയം സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുമുണ്ട്. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് നടപടികൾ പൂർത്തിയാകുന്ന മുറയ്ക്ക് APL വിഭാഗത്തിലെ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവരെ കൂടി ഈ പദ്ധതിയിലേക്ക് പരിഗണിക്കുന്ന കാര്യത്തിൽ സർക്കാർ അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനം എടുത്തേക്കാം. നിലവിൽ അപ്രൂവൽ ലഭിച്ച 18 ലക്ഷം പേർക്ക് തുക വിതരണം ചെയ്തു കഴിഞ്ഞാൽ അടുത്ത ഘട്ടത്തിൽ പുതിയ അപേക്ഷകരെ കൂടി പരിഗണിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുമെന്നാണ് സൂചന. നിങ്ങളുടെ പെൻഷൻ അപ്രൂവ് ആയിട്ടുണ്ടോ എന്നും എന്നാണ് ഈ തുക അക്കൗണ്ടിലേക്ക് വരുന്നത് എന്നും പരിശോധിക്കാനായിട്ട് ഇപ്പോൾ വളരെ എളുപ്പമാണ്. ഇതിനായിട്ട് സർക്കാർ സജ്ജമാക്കിയിട്ടുള്ള സേവന പെൻഷൻ വെബ്സൈറ്റ് സന്ദർശിക്കുക. വെബ്സൈറ്റിലെ സെർച്ച് ഓപ്ഷനിൽ പോയിട്ട് നിങ്ങളുടെ ആധാർ നമ്പർ നൽകിയാൽ അപേക്ഷയുടെ നിലവിലത്തെ അവസ്ഥ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഡിജിറ്റൽ സൈൻ രേഖപ്പെടുത്തിയ തീയതിയും എന്ന് മുതലാണ് നിങ്ങൾക്ക് പെൻഷൻ ലഭിക്കാൻ അർഹതയുള്ളത് എന്ന വിവരവുമൊക്കെ തന്നെ കൃത്യമായിട്ട് അവിടെ കാണാൻ സാധിക്കും. അഥവാ അപേക്ഷയിൽ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ ഉടൻ തന്നെ ബന്ധപ്പെട്ട അക്ഷയ കേന്ദ്രങ്ങളിലോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലോ ബന്ധപ്പെടേണ്ടതാണ്. ഏതായാലും വരും ദിവസങ്ങളിൽ ബാങ്കുകളിലോ ATMകളിലോ ഒക്കെ തിരക്ക് അനുഭവപ്പെടാനുള്ള സാധ്യതയുള്ളതിനാൽ തന്നെ നിങ്ങളുടെ സൗകര്യാർത്ഥം തുക പിൻവലിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഈ പ്രധാനപ്പെട്ട വിവരം അപേക്ഷ നൽകി കാത്തിരിക്കുന്നവരും അതോടൊപ്പം തന്നെ തുക പ്രതീക്ഷിച്ചിരിക്കുന്നവരും എല്ലാം തന്നെ അവരിലേക്കെല്ലാം ഈ അപ്ഡേറ്റ് മാക്സിമം ഷെയർ ചെയ്ത് നൽകുക. കാരണം പലരും തുക അക്കൗണ്ടിൽ വന്നത് ഇപ്പോൾ അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല. ഇതുപോലുള്ള അപ്ഡേറ്റുകൾ, അറിയിപ്പുകൾ, സർക്കാർ ഉത്തരവുകൾ, ക്ഷേമ പദ്ധതികളെക്കുറിച്ചും ആനുകൂല്യങ്ങളെക്കുറിച്ചുമുള്ള കൃത്യമായിട്ട് വിവരങ്ങളൊക്കെ തന്നെ അറിയാൻ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ എല്ലാവരും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഫോളോ ചെയ്യുക. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.